എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ആഴമുള്ള ഒരു വിഷയമാണ്. ജനനസംഖ്യയിലൂടെ നിങ്ങളുടെ ജന്മരഹസ്യം അറിയാം എന്ന ആശയം. നിങ്ങൾ എന്തിന് ജനിച്ചു? ഈ ജന്മത്തിൽ നിങ്ങളുടെ ദൗത്യം എന്താണ്? നിങ്ങൾ മുൻ ജന്മത്തിൽ ആരായിരുന്നു? വീണ്ടും ജനിക്കുമോ? ഈ ചോദ്യങ്ങൾ മനുഷ്യരെ ആയിരങ്ങളായ വർഷങ്ങളായി ചിന്തിപ്പിച്ചവയാണ്. ഈ ആശയത്തിൻ്റെ അടിസ്ഥാനം നമുക്ക് കാണാൻ കഴിയുന്നത് പുരാതന ഭാരതീയ ജ്ഞാനസമ്പത്തിൽ നിന്നാണ്. പ്രത്യേകിച്ച് ഭഗവത്ഗീത, ഉപനിഷത്സ്, ഗരുഡപുരാണ പോലുള്ള ഗ്രന്ഥങ്ങളിൽ. അവിടെയൊക്കെയും പറയുന്നത് ഒരേ ഒരു സത്യം: ആത്മാവ് അമരമാണ്, ശരീരം മാറുന്നു എന്നു മാത്രം. ഇത് ഒരു കൽപ്പനയാണോ, അല്ലെങ്കിൽ ഒരു ആത്മീയ സത്യമാണോ? ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അതിനെ ആത്മീയമായും സംഖ്യാശാസ്ത്രപരമായും മനഃശാസ്ത്രപരമായും പരിശോധിക്കാം. നിങ്ങളുടെ ജനനസംഖ്യ എന്താണ്? ജനനസംഖ്യ എന്ന് പറയുന്നത് നിങ്ങളുടെ ജനന തീയതിയിലെ അക്കങ്ങളെ തമ്മിൽ കൂട്ടിച്ചേർത്ത് കിട്ടുന്ന ഏക അക്കസംഖ്യയാണ്. ഉദാഹരണത്തിന്, ആരെങ്കിലും 15/8/2005 ജനിച്ചതാണെങ്കിൽ, അതായത് നിങ്ങൾ 8ാം മാസം, അതായത് ഓഗസ്റ്റ് മാസം 15-ാം തീയതി 2005 ജനിച്ചവരാണെങ്കിൽ 15/08/2005 എന്നാണല്ലോ നിങ്ങൾ എഴുതുക. ആ അക്കങ്ങൾ, ആ സംഖ്യകൾ തമ്മിൽ കൂട്ടുക. 1 + 5 + 0 + 8 + 2 + 0 + 0 + 5. അങ്ങനെ ആകെ കിട്ടുന്നത് 21 ആയിരിക്കും ആകെ തുക. ആ 21 വീണ്ടും തമ്മിൽ കൂട്ടുക. 2 + 1 3 എന്ന് നമുക്ക് ഉത്തരം ലഭിക്കും. അതാണ് നിങ്ങളുടെ ജനനസംഖ്യ. അതിനാൽ 15/8/2005 ജനിച്ച ഒരു വ്യക്തിയുടെ ജനനസംഖ്യ എന്ന് പറയുന്നത് 3 ഇത് ഒരു ലളിതമായ കണക്കാണ്. പക്ഷേ ആത്മീയമായി ഇത് വളരെ ആഴമുള്ള ഒരു സൂചനയാണെന്ന് സംഖ്യാശാസ്ത്രം പറയുന്നു. എന്തുകൊണ്ടാണ് സംഖ്യകൾക്ക് പ്രാധാന്യം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സംഖ്യകൾ വെറും ഗണിത ചിഹ്നങ്ങൾ അല്ല. ഓരോ സംഖ്യക്കും ഒരു സ്പന്ദന ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. 1 മുതൽ 9 വരെ ഓരോ അക്കവും ഒരു പ്രത്യേക ഊർജ തലത്തെ പ്രതിനിധീകരിക്കുന്നു. പുരാതന സംസ്കാരങ്ങളിൽ ഈജിപ്ത്, ഗ്രീക്ക്, ഇന്ത്യ എല്ലായിടത്തും സംഖ്യകൾക്ക് ആത്മീയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഗ്രീക്ക് തത്വചിന്തകനായ പൈതഗോറസ് പോലും സംഖ്യകളെ ബ്രഹ്മാണ്ടത്തിൻ്റെ രഹസ്യമായി കണ്ടിരുന്നു. ഇന്ത്യയിൽ സംഖ്യാശാസ്ത്രം ജ്യോതിഷത്തോടൊപ്പം ചേർന്നാണ് വളർന്നത്. ജാതകം കാണുമ്പോൾ ഗ്രഹങ്ങൾ നോക്കുന്നത് പോലെ സംഖ്യാശാസ്ത്രത്തിൽ ജനനസംഖ്യ നോക്കുന്നു. ഇനി നമുക്ക് ഓരോ ജനനസംഖ്യയിലേക്കും കടക്കാം. ആദ്യം തന്നെ ജനനസംഖ്യ 1. നിങ്ങൾ ആരാണ്? ജനനസംഖ്യ 1 നേതാക്കളാണ്. ഇവർക്ക് മുൻപന്തിയിൽ നിൽക്കാനുള്ള കഴിവുണ്ട്. ആത്മവിശ്വാസം ഇവരുടെ ഏറ്റവും വലിയ ആയുധമാണ്. മുൻ ജന്മത്തിൽ ഇവർ ഒരുപക്ഷെ ഒരു നേതാവായിരിക്കാം, രാജാവ്, സേനാനായകൻ, അല്ലെങ്കിൽ സമൂഹത്തിൽ മുൻപന്തിയിൽ നിന്ന ഒരാൾ. ഈ ജന്മത്തിൽ ഇവർ വീണ്ടും നേതൃത്വം ഏറ്റെടുക്കാൻ ജനിച്ചവരാണ്. എന്നാൽ ഇവർക്കൊരു വലിയ പാഠമുണ്ട്: അഹങ്കാരം വിട്ടുകളയുക. കാരണം നേതൃഗുണം നല്ലതാണ്, പക്ഷേ അതിൽ അഹങ്കാരം കലർന്നാൽ ആത്മീയ വളർച്ച നിൽക്കും. ഇനി അടുത്തത് ജനനസംഖ്യ 2. 2 എന്ന സംഖ്യ ചന്ദ്രനോട് ബന്ധപ്പെട്ടു കിടക്കുന്നു. അതുകൊണ്ട് ഇവർ വളരെ വികാരപ്രധാനരായിരിക്കും. മുൻജന്മത്തിൽ ഇവർ ഒരുപക്ഷെ കലാകാരനായിരിക്കാം,
കവിയാകാം, അല്ലെങ്കിൽ സേവനമനുഷ്ഠിച്ച ഒരാളായിരിക്കാം. ഈ ജന്മത്തിൽ ഇവർക്ക് പഠിക്കാനുള്ള പാഠം ആത്മവിശ്വാസം വളർത്തുക എന്നതാണ്. 2 ജനനസംഖ്യയായവർക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടാകും. പക്ഷേ ഭയം ഇവരെ തടയാം. അതുകൊണ്ട് ഈ ജന്മം ഇവർക്ക് ധൈര്യം പഠിപ്പിക്കാനുള്ളതാണ്. ജനനസംഖ്യ 3 എന്നത് സൃഷ്ടിപരമായ ഊർജത്തിൻ്റെ സംഖ്യയാണ്. ഗുരുവിൻ്റെ അനുഗ്രഹമുള്ള സംഖ്യ. മുൻജന്മത്തിൽ ഇവർ അധ്യാപകരായിരിക്കാം, വേദപണ്ഡിതനായിരിക്കാം, അല്ലെങ്കിൽ ആത്മീയ ഉപദേശകനായിരിക്കാം. ഈ ജന്മത്തിൽ ഇവർക്കുണ്ടായിട്ടുള്ള ദൗത്യം അറിവ് പങ്കിടുക എന്നതാണ്. ഇവർ സംസാരത്തിലൂടെ ആളുകളെ പ്രചോദിപ്പിക്കും. പക്ഷേ ഇവർക്ക് ശ്രദ്ധിക്കേണ്ടത് അലസത ഒഴിവാക്കുക എന്നതാണ്. അടുത്തത് ജനനസംഖ്യ 4. ജനനസംഖ്യ 4 ഉള്ളവർ വ്യത്യസ്ത ചിന്താഗതിക്കാരാണ്. ഇവർ സാധാരണ വഴികൾ ഇഷ്ടപ്പെടില്ല. മുൻജന്മത്തിൽ ഇവർ ഒരുപക്ഷെ വിപ്ലവകാരിയായിരിക്കാം. സമൂഹത്തിലെ അനീതികൾക്കെതിരെ പോരാടിയവർ. ഈ ജന്മത്തിൽ ഇവർക്ക് പഠിക്കേണ്ടത് ക്ഷമ. കാരണം ഇവർക്ക് പലപ്പോഴും തടസ്സങ്ങൾ നേരിടേണ്ടി വരും. ജനനസംഖ്യ 5 എന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ സംഖ്യയാണ്. ഇവർക്ക് യാത്ര വളരെയധികം ഇഷ്ടമാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹമുണ്ടായിരിക്കും. മുൻജന്മത്തിൽ ഇവർ വ്യാപാരിയായിരിക്കാം, സന്ദേശവാഹകനായിരിക്കാം, അല്ലെങ്കിൽ യാത്രികനായിരിക്കാം. ഈ ജന്മത്തിൽ ഇവർക്ക് പഠിക്കേണ്ടത് സ്ഥിരത എന്നതാണ്. കാരണം ഇവർ പലപ്പോഴും ഒരിടത്ത് നിൽക്കാൻ പാടുപെടും. ജനനസംഖ്യ 6 സ്നേഹത്തിൻ്റെ സംഖ്യയാണ്. ഇവർക്ക് കുടുംബം വളരെ പ്രധാനപ്പെട്ടതാണ്. മുൻജന്മത്തിൽ ഇവർ മാതൃത്വമോ പിതൃത്വമോ നിറഞ്ഞ ഒരാളായിരിക്കാം, സേവനമനുഷ്ഠിച്ചവനായിരിക്കാം. ഈ ജന്മത്തിൽ ഇവർക്ക് പഠിക്കേണ്ട പ്രധാന കാര്യം സ്വയം സ്നേഹിക്കുക എന്നതാണ്. മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് പോലെ തന്നെ സ്വയം സ്നേഹിക്കാൻ പഠിക്കുക എന്നതാണ്. ജനനസംഖ്യ 7 ആത്മീയതയുടെ സംഖ്യയാണ്. ഇവർക്കൊറ്റയ്ക്കിരിക്കാൻ ഇഷ്ടമാണ്. മുൻജന്മത്തിൽ ഇവർ സന്യാസിയായിരിക്കാം, യോഗിയായിരിക്കാം, ധ്യാനത്തിൽ മുഴുകിയ ഒരാളായിരിക്കാം. ഈ ജന്മത്തിൽ ഇവർക്ക് ദൗത്യം ആത്മീയ അറിവ് ലോകവുമായി പങ്കിടുക എന്നതാണ്. ഇനി അടുത്തതായി ജനനസംഖ്യ 8 കർമ്മത്തിൻ്റെ സംഖ്യയാണ്. ഇത് ശക്തമായ ഊർജം പ്രദാനം ചെയ്യുന്നു. മുൻജന്മത്തിൽ ഇവർക്ക് അധികാരമുണ്ടായിരിക്കാം, എന്നാൽ ചില കർമ്മങ്ങൾ പൂർത്തിയാകാതെ പോയിരിക്കാം. ഈ ജന്മത്തിൽ ഇവർക്ക് വലിയ ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാകും. പഠിക്കേണ്ടതൊന്നു മാത്രമാണ് സമത്വം. അടുത്തത് ജനനസംഖ്യ 9. പൂർത്തീകരണത്തിൻ്റെ സംഖ്യയാണ് 9. ഇവർ വളരെ കരുണാപരരാണ്. മുൻജന്മത്തിൽ ഇവർ സേവനമനുഷ്ഠിച്ചവനായിരിക്കാം, ധാർമ്മികനായിരിക്കാം. ഈ ജന്മത്തിൽ ഇവർക്ക് ദൗത്യമെന്നത് ലോകത്തിനായി പ്രവർത്തിക്കുക. പക്ഷേ പഠിക്കേണ്ടതൊന്നു മാത്രമാണ് അതിരുകൾ നിശ്ചയിക്കുക എന്നത്. പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, പുനർജന്മം എന്നത് സത്യമാണോ? സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ ആത്മാവ് ജനന മരണ ചക്രത്തിലൂടെ യാത്ര ചെയ്യുന്നു. ശരീരം മാറുന്നു, പക്ഷേ ആത്മാവ് മാറുന്നില്ല. സംഖ്യാശാസ്ത്രം പറയുന്നത് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന പല കാര്യങ്ങളും മുൻജന്മത്തിൻ്റെ തുടർച്ചയാണ്. ഭാരതീയ ദർശനത്തിൽ കർമ്മ എന്ന ആശയം വളരെ പ്രധാനമാണ്. നിങ്ങൾ ചെയ്ത പ്രവൃത്തികൾ ഒരിക്കലും ഇല്ലാതാകുന്നില്ല. അവയുടെ ഫലങ്ങൾ ഈ ജന്മത്തിലോ അടുത്ത ജന്മത്തിലോ അനുഭവിക്കേണ്ടി വരുമെന്ന് ഭഗവത്ഗീത വ്യക്തമാക്കുന്നു. ജനനസംഖ്യ അതിൻ്റെ ഒരു സൂചനയാണ്. സംഖ്യ 1 കർമ്മ നേതൃത്വ ബന്ധം പറയുന്നു. നിങ്ങൾക്ക് ഈ ജന്മത്തിൽ അധികാരം ലഭിക്കാം, എന്നാൽ മുൻജന്മത്തിൽ അധികാരം ദുരുപയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് വിനയം പഠിക്കേണ്ടി വരും. സംഖ്യ 2 ബന്ധങ്ങളുടെ കർമ്മയാണ്.
മുൻജന്മത്തിലെ ബന്ധങ്ങൾ പൂർത്തിയാകാതെ പോയിട്ടുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ നിങ്ങൾക്ക് ചില ആളുകളെ കണ്ടാൽ ഒരു വിചിത്രമായ അടുപ്പം തോന്നും. അത് ആത്മാവിൻ്റെ ഓർമ്മയാണ്. സംഖ്യ 3, അറിവിൻ്റെ കർമ്മ. നിങ്ങൾക്ക് പഠിപ്പിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അത് പുതിയതല്ല, മുൻജന്മത്തിലെ ഒരു തുടർച്ചയാണ്. സംഖ്യ 4, പോരാട്ടത്തിൻ്റെ കർമ്മ. ജീവിതത്തിൽ തടസ്സങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതൊരു ശിക്ഷയല്ല, അത് ആത്മാവിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്ന പരിശീലനമാണ്. സംഖ്യ 5, സ്വാതന്ത്ര്യത്തിൻ്റെ കർമ്മ. നിങ്ങൾക്ക് ബന്ധങ്ങളിൽ ഒതുങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മുൻജന്മത്തിലെ ഒരു സ്വാതന്ത്ര്യ ജീവിതത്തിൻ്റെ തുടർച്ചയായിരിക്കാം. സംഖ്യ 6, കുടുംബ ബന്ധത്തിൻ്റെ കർമ്മ. കുടുംബം നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമാണെങ്കിൽ അത് ഒരു പഴയ ബന്ധത്തിൻ്റെ തുടർച്ചയാണ്. സംഖ്യ 7, ആത്മീയ കർമ്മ. നിങ്ങൾക്ക് ബാല്യത്തിൽ തന്നെ ആത്മീയ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ആത്മാവിൻ്റെ പഴയ യാത്രയുടെ തെളിവാണ്. സംഖ്യ 8, ശക്തിയുടെ കർമ്മ. ജീവിതത്തിൽ വലിയ ഉയർച്ചയും വലിയ വീഴ്ചയും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കർമ്മത്തിൻ്റെ തുല്യത സ്ഥാപിക്കാനുള്ള ശ്രമമാണ്. സംഖ്യ 9, സമാപന കർമ്മ. ഈ ജന്മം ഒരു അവസാന ഘട്ടമായിരിക്കാം, അതായത് ആത്മാവ് ഒരു വലിയ പഠനം പൂർത്തിയാക്കുകയാണ്. നിങ്ങൾ ഒരാളെ കണ്ടപ്പോൾ ഇവനെ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട് എന്നൊരനുഭവം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇത് മനസ്സിൻ്റെ കൽപ്പന മാത്രമല്ല, ചില ആത്മാക്കൾ പല ജന്മങ്ങളിലും വീണ്ടും വീണ്ടും കൂടിക്കാഴ്ച നടത്തും എന്ന് ആത്മീയ ഗ്രന്ഥങ്ങൾ പറയുന്നു. പ്രത്യേകിച്ച് ഗരുഡപുരാണ ഇത്തരത്തിലുള്ള ബന്ധങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നു. ചില സംഖ്യാപൊരുത്തങ്ങളുണ്ട്. 1 എന്ന സംഖ്യക്ക് 2, 4 എന്നീ ജനനസംഖ്യകളുമായി നല്ല പൊരുത്തമാണ്. അതുപോലെ 2 എന്ന സംഖ്യക്ക് 6, 9 എന്ന സംഖ്യകളുമായി പൊരുത്തമുണ്ട്. 3 എന്ന സംഖ്യക്ക് 6, 9 എന്നീ സംഖ്യകളുമായി പൊരുത്തമുണ്ട്. 4 എന്ന സംഖ്യക്ക് 1, 8 എന്ന സംഖ്യകളുമായി പൊരുത്തമുണ്ട്. 5 എന്ന സംഖ്യക്ക് 5, 7 എന്നീ സംഖ്യകളുമായി പൊരുത്തമുണ്ട്. 6 എന്ന സംഖ്യക്ക് 2, 3 എന്നീ സംഖ്യകളുമായി പൊരുത്തമുണ്ട്. 7 എന്ന സംഖ്യക്ക് 5, 7 എന്നീ സംഖ്യകളുമായി പൊരുത്തമുണ്ട്. 8 എന്ന സംഖ്യക്ക് 4, 8 എന്നീ സംഖ്യകളുമായി പൊരുത്തമുണ്ട്. 9 എന്ന സംഖ്യക്ക് 2, 3 എന്നീ സംഖ്യകളുമായി പൊരുത്തമുണ്ട്. ഇതൊരു കർശന നിയമമല്ല, പക്ഷേ ചില ആത്മാക്കൾ തമ്മിൽ ഊർജതലത്തിൽ പൊരുത്തമുണ്ടാകാം. പുനർജന്മത്തിൻ്റെ ചില സൂചനകൾ. നിങ്ങൾക്ക് ചില സ്ഥലങ്ങളോട് ഒരു വിചിത്രമായ അടുപ്പമുണ്ടാകാം. നിങ്ങൾ ഒരിക്കലും പോയിട്ടില്ലാത്ത ഒരു സ്ഥലത്ത് പോയപ്പോൾ പോലും ഇവിടെ ഞാൻ മുൻപ് വന്നിട്ടുണ്ട് എന്നൊരു തോന്നലുണ്ടാകാം. ഇത് ദേജാവു എന്ന അനുഭവമാണ്. ചില കുട്ടികൾക്ക് അവരുടെ മുൻജന്മത്തെക്കുറിച്ച് ഓർമ്മകൾ ഉണ്ടാകാറുണ്ട് എന്ന് ഗവേഷകർ പറയുന്നുണ്ട്. ആത്മീയമായി ഇത് ആത്മാവിൻ്റെ യാത്രയുടെ തെളിവായി കാണുന്നു. സ്വാമി വിവേകാനന്ദ ആത്മാവ് ജനന മരണ ചക്രത്തിലൂടെ മുന്നോട്ടു പോകുന്നു എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ശരീരം മാറുന്നു, പക്ഷേ ആത്മാവിൻ്റെ ഊർജം തുടരുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ ജീവിത മിഷൻ എങ്ങനെ കണ്ടെത്താമെന്നാണ്. ഇപ്പോൾ പ്രധാനമായ ചോദ്യം ഇതാണ്: എൻ്റെ ജനനസംഖ്യ അറിഞ്ഞു, ഇനി ഞാൻ എന്ത് ചെയ്യണമെന്നതാണ്, അല്ലേ? ആദ്യം തന്നെ സ്വഭാവം അംഗീകരിക്കുക എന്നതാണ്. നിങ്ങളുടെ സംഖ്യ എന്ത് സൂചിപ്പിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിനെതിരെ പോരാടരുത്. ദൗത്യം തിരിച്ചറിയുക. ഒന്നാമത്തെ സംഖ്യ നേതൃത്വമാണ്. രണ്ടാമത്തേത് സമാധാനം. മൂന്നാമത്തേത് അറിവ്. 4 സംവിധാനമാറ്റം. 5 സ്വാതന്ത്ര്യ വീക്ഷണം. 6 സ്നേഹം. 7 ആത്മീയത. 8 ന്യായം. 9 സേവനം. എന്നിവയാണ് ഓരോ സംഖ്യകളുടെയും ദൗത്യം. അടുത്തത് ധ്യാനം ചെയ്യുക. ധ്യാനം ആത്മാവിൻ്റെ ശബ്ദമാണ്. അത് കേൾക്കാൻ സഹായിക്കും. ഇത് ഒരു മതപരമായ പ്രവൃത്തിയല്ല, ഇത് മനസ്സിൻ്റെ ശാന്തതയാണ്. ദിനചര്യയിൽ ആത്മീയ ബോധം ഉണർത്തുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും ഒരു കർമ്മമാണ്. അതിനാൽ ജാഗ്രതയോടെ ജീവിക്കുക. നിങ്ങൾക്കുള്ള പ്രധാന മുന്നറിയിപ്പ്:
സംഖ്യാശാസ്ത്രം ഒരു മാർഗനിർദ്ദേശമാണ്. അത് നിങ്ങളുടെ വിധി എഴുതുന്നില്ല. നിങ്ങളുടെ ചിന്തകളും പ്രവൃത്തികളുമാണ് നിങ്ങളുടെ ഭാവി രൂപപ്പെടുത്തുന്നത്. ഉപനിഷത്തുകൾ പറയുന്നത് നീ ചിന്തിക്കുന്നത് തന്നെയാണ് നീയാകുന്നത്. അതുകൊണ്ട് ഈ അറിവ് ഉപയോഗിക്കുക, പക്ഷേ അതിൽ ഒരിക്കലും അടിമയാകരുത്. ഇനി അടുത്തതായി ഈ സംഖ്യാശാസ്ത്രത്തിൻ്റെ ഏറ്റവും ആഴമുള്ള ഭാഗത്തിലേക്കാണ് ഞാൻ കടക്കുന്നത്. ഇവിടെ നമുക്ക് പരിഹാരങ്ങൾ, ആത്മാവിൻ്റെ ഉന്നത ദൗത്യം, കർമ്മചക്രത്തിൽ നിന്നുള്ള മോചനം, ജീവിതത്തിൽ വേഗത്തിൽ പോസിറ്റീവ് മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ആത്മീയ പ്രാക്ടീസുകൾ എന്നിവയെക്കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഇനി ഞാൻ എന്തു ചെയ്യണം എന്ന ചോദ്യമാണ് നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ ഉള്ളത്. ഓരോ സംഖ്യകൾക്കുമുള്ള ആത്മീയ പരിഹാരങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഇവ നിർബന്ധമായ ആചാരങ്ങളല്ല. ഇത് ആത്മാവിൻ്റെ സ്പന്ദനം ശരിയാക്കാൻ സഹായിക്കുന്ന മാർഗങ്ങൾ മാത്രമാണ്. ജനനസംഖ്യ 1 സൂര്യ ഊർജമാണ്. 1 അഹങ്കാരം നിയന്ത്രിക്കാൻ ആദ്യം പഠിക്കണം. രാവിലെ സൂര്യോദയ സമയത്ത് 5 മിനിറ്റ് നിശബ്ദമായി നിൽക്കുക. ഞാൻ സേവനത്തിനായി ജനിച്ചവനാണെന്ന് മനസ്സിൽ ആവർത്തിക്കുക. പിതാവിനോടുള്ള ബന്ധം മെച്ചപ്പെടുത്തുക. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പരിഹാരങ്ങൾ. ജനനസംഖ്യ 2 ചന്ദ്ര ഊർജം. നിങ്ങൾ ചെയ്യേണ്ടത് വികാരങ്ങൾ നിയന്ത്രിക്കാൻ പഠിക്കണമെന്നതാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണ ചന്ദ്രനാളിൽ 10 മിനിറ്റ് ധ്യാനം ചെയ്യുക. അതുപോലെ തന്നെ അമ്മയോടുള്ള ബന്ധം മാനിക്കുക. ജലം കൂടുതലായി കുടിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങളുടെ ജീവിതം കൂടുതൽ മനോഹരമാകാനും കൂടുതൽ ഐശ്വര്യം വന്നു ചേരാനും സഹായിക്കും. ജനനസംഖ്യ 3 ഗുരു ഊർജം. അറിവ് പങ്കിടുക എന്നതാണ്. ആഴ്ചയിൽ ഒരിക്കൽ എന്തെങ്കിലും പഠിപ്പിക്കുക. അധ്യാപകരെ ആദരിക്കുക. അതുപോലെ തന്നെ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക. ഇത് ചെറിയൊരു വിശ്വാസം മാത്രമാണ്. ഇനി അടുത്തത് ജനനസംഖ്യ 4 കർമ്മ പരിഹാരമാണ്. നിങ്ങൾക്ക് തടസ്സങ്ങൾ കൂടുതലായിരിക്കും, പക്ഷേ ക്ഷമ പരിശീലിക്കുക. അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ നഗ്നപാതരായി നിലത്ത് കുറച്ചുനേരം നടക്കുക. അത് നിങ്ങളുടെ ഊർജം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഇനി അടുത്തത് ജനനസംഖ്യ 5 സ്വാതന്ത്ര്യ നിയന്ത്രണമാണ്. ആദ്യം നിങ്ങൾ സ്ഥിരത നേടണം. ഒരു കാര്യത്തിൽ 40 ദിവസം തുടർച്ചയായി ശ്രദ്ധ കേന്ദ്രീകരിക്കണം. യാത്രയും പഠനവും തുല്യമായി നിലനിർത്തുക. ജനനസംഖ്യ 6 സ്നേഹ സമതുലനമാണ്. മറ്റുള്ളവരെക്കാൾ സ്വയം സ്നേഹിക്കാൻ പഠിക്കുക. ദിവസവും 5 മിനിറ്റ് സ്വയം നന്ദി പറയുക. കുടുംബത്തിന് സമയം നൽകുക, പക്ഷേ അതിരുകൾ നിശ്ചയിക്കുക. ജനനസംഖ്യ 7 ആത്മീയ ഉണർവ്, ഒറ്റപ്പെടലിൽ നിന്ന് സമതുലനം. അതിനായി ദിനംപ്രതി ധ്യാനം ശീലമാക്കുക. പ്രകൃതിയിൽ സമയം ചിലവഴിക്കുക. ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കുക. അതായത് മതപരമായ ആത്മീയ ഗ്രന്ഥങ്ങൾ, ഭഗവത്ഗീത പോലെയുള്ള ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കാൻ സമയം ചെലവഴിക്കുക. ജനനസംഖ്യ 8 ശക്തി നിയന്ത്രണമാണ്. കർമ്മതുലനം, ദാനധർമ്മങ്ങൾ ചെയ്യുക. അനീതിയോട് പ്രതികരിക്കുക, പക്ഷേ കോപത്തോടെയല്ല. ശനിയാഴ്ച ദിവസങ്ങളിൽ 10 മിനിറ്റ് നേരം നിശബ്ദമായി ഇരിക്കുക. അതുപോലെ ജനനസംഖ്യ 9 സമാപന സേവനമാണ്. കരുണയുടെ സംഖ്യയാണ്. സേവന പ്രവർത്തനം നടത്തുക. പഴയ വേദനകളെ ക്ഷമിക്കാൻ പഠിക്കുക. എല്ലാവർക്കും ശാന്തി എന്ന് പ്രാർത്ഥിക്കുക. പുനർജന്മ ചക്രത്തിൽ നിന്ന് മോചനം. ആത്മീയ ഗ്രന്ഥങ്ങൾ പറയുന്നത് ആത്മാവ് പഠനം പൂർത്തിയാക്കുമ്പോൾ മോക്ഷം ലഭിക്കും എന്നാണ്. ഉപനിഷത്തുകൾ പറയുന്നത് ആത്മാവിൻ്റെ യഥാർത്ഥ സ്വഭാവം ബ്രഹ്മമാണെന്ന്. മോക്ഷമെന്നത് ശരീരമില്ലാത്തൊരു സ്വർഗയാത്രയല്ല. മോക്ഷമെന്നത് ഭയമില്ലാത്ത അവസ്ഥയാണ്, അഹങ്കാരമില്ലാത്ത അവസ്ഥയാണ്, ബന്ധനമില്ലാത്ത മനസ്സാണ്. ജീവിതത്തിൽ വേഗത്തിൽ മാറ്റമുണ്ടാകുന്ന 5 പ്രാക്ടീസുകൾ ഞാൻ പറയാം.
21 ദിവസത്തെ ചിന്താ നിയന്ത്രണം. നെഗറ്റീവ് ചിന്തകൾ വന്നാൽ അവയെ ശ്രദ്ധിക്കുക, അവയെ മാറ്റാൻ ശ്രമിക്കുക. ഇത് 21 ദിവസം നിങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുക. നെഗറ്റീവ് പ്രവൃത്തികളിൽ ഏർപ്പെടാതിരിക്കുക. അടുത്തത് നന്ദി ജേണലാണ്. പ്രതി ദിവസം 3 കാര്യങ്ങൾക്ക് നന്ദി പറയുക. അത് എത്രയോ ചെറിയ കാര്യങ്ങളായിക്കോട്ടെ, അതിന് നന്ദി പറയുക. അടുത്തത് സേവനമാണ്. ഒരാളുടെ ജീവിതത്തിൽ ചെറിയൊരു മാറ്റം വരുത്തുക. കൂടുതൽ പണം ചെലവാക്കിക്കൊണ്ട് ഉള്ളതല്ല, ചെറിയ രീതിയിൽ ഒരു നേരത്തെ ഭക്ഷണമോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ചെറിയൊരു മാറ്റം വരുത്താൻ നിങ്ങൾ സേവനം ചെയ്യുക. നിശബ്ദ സമയം. ദിവസവും ഒരു 10 മിനിറ്റ് ഫോണില്ലാതെ മറ്റ് മാധ്യമങ്ങളൊന്നുമില്ലാതെ നിശബ്ദമായിരിക്കുക. അടുത്തത് ആത്മാവിനോട് ചോദിക്കുക എന്നതാണ്. ഞാൻ എന്തിനാണ് ഇവിടെ? ഈ ചോദ്യത്തിന് ഉത്തരം ഒരു ദിവസം വരും. നിങ്ങളുടെ ജനനസംഖ്യ എന്തായാലും ആത്മാവിൻ്റെ അന്തിമ ലക്ഷ്യം ഒന്നാണ്: സ്വയം തിരിച്ചറിയുക. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ, നിങ്ങൾ ദൈവീകരാണ്, അത് തിരിച്ചറിയുക. നിങ്ങളൊരു ശരീരം മാത്രമല്ല, നിങ്ങളൊരു ആത്മീയ യാത്രയിലാണ്. ഞാൻ ഈ പറഞ്ഞ വീഡിയോയിൽ മുഴുവൻ ഭാഗങ്ങളും നിങ്ങൾ കേട്ടുവെങ്കിൽ അതൊരു യാദൃശ്ചികതയല്ല. നിങ്ങളുടെ ഉള്ളിലെ ബോധം ഉണരാൻ തുടങ്ങുകയാണ്. ജനനസംഖ്യ നിങ്ങളുടെ വിധിയെ പൂട്ടുന്നില്ല, അത് നിങ്ങളുടെ ഉള്ളിലെ ദൗത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾ എന്തിനാണ് ജനിച്ചതെന്ന് മനസ്സിലാകും. അത് മനസ്സിലായാൽ ജീവിതം ഭയമില്ലാത്ത ഒരു യാത്രയായി മാറും. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായി പറയാനുള്ളത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഈ അറിവ് പങ്കുവെക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക. അടുത്തൊരു ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.